ഇത് സന്തോഷ് കുമാർ, വിഴിഞ്ഞം ഉച്ചക്കട സന്തോഷ് കുമാർ. സന്തോഷ് ബാലരാമപുരം സ്റ്റേഷൻ ക്രൈം നമ്പർ 219 2022 പ്രതിയാണ്. നിങ്ങൾ ചോദിക്കും എന്ത് കുറ്റകൃത്യമാണ് സന്തോഷ് ചെയ്തതെന്ന് ചോദിക്കും. സന്തോഷം ആകെ ക്ഷീണിച്ചു പോയല്ലോ, പണ്ട് കണ്ട പോലെ അല്ലല്ലോ. ഓക്കെ, അപ്പോ ഇദ്ദേഹം ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ സ്വന്തം എം എൽ എ എം വിൻസെന്റിന്റെ കാറ്, ശ്രീ എം വിൻസെന്റിന്റെ ബഹുമാനായ എം എൽ എ ശ്രീ എം വിൻസെന്റിന്റെ കാറ് തല്ലിപ്പൊളിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം. പക്ഷെ എന്തിനാണ് വളരെ നല്ല ഒരു എം എൽ എ, നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഒരു എം എൽ എയുടെ കാർ തല്ലിപ്പൊളിച്ചതെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും. 1.5 കോടി ജനങ്ങൾ ഭൂകമ്പങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 100 ഭൂകമ്പങ്ങളോളം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. ഇടുക്കി ജില്ലയിൽ മാത്രം അനവധിയായ ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പങ്ങളിൽ തുടങ്ങി 2, 2.25, 3, 3.5, 3.4 വരെ വന്ന് നിൽക്കാണ്. അത് 4ലേക്ക് വന്നാൽ കേരളമില്ല. സന്തോഷിന്റെ വിഴിഞ്ഞം ഉച്ചക്കട ഭാഗം എന്ന് പറയുന്നത്, സന്തോഷ് താമസിക്കുന്ന വിഴിഞ്ഞം ഉച്ചക്കട ഭാഗത്ത് മുല്ലപ്പെരിയാറിന്റെ വെള്ളം ഡയറക്റ്റായിട്ട് വരുന്ന സ്ഥലമല്ല. പക്ഷെ സന്തോഷിനൊരു ബോധ്യമുണ്ട്. എന്താണ്? ഈ 6 ജില്ലകളിൽ ചെളി മുങ്ങിയാൽ, 6 ജില്ലകളുടെ മനുഷ്യരുടെ മൂക്കിൽ ചെളി കയറിയാൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഗതാഗതം നടക്കുമോ? ചരക്ക് നീക്കം നടക്കുമോ? തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും അരി വരുമോ? പച്ചക്കറി വരുമോ? അപ്പൊ ബാക്കിയുള്ള ജില്ലകൾ, ഈ 6 ജില്ലകളിലെ ജനങ്ങൾ മരിച്ചുപോയി എന്നുള്ളൂ. ബാക്കിയുള്ള ജില്ലകളിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഈ ശവശരീരങ്ങൾ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്ന് ചീഞ്ഞ് നാറി അതിൽ നിന്ന് വരുന്ന കീടങ്ങളും രോഗാണുക്കളും കൊണ്ട് ബാക്കിയുള്ള ജില്ലകളിലെ ജനങ്ങൾ സാംക്രമിക രോഗം ബാധിച്ച് മരിക്കത്തില്ലേ? ഭൂകമ്പങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലും ഡാം ഡിസാസ്റ്റർ ഉണ്ടായ എല്ലാ രാജ്യങ്ങളിലുള്ള സ്ഥിതി ഇതാണ്. ചൈനയിലെ ബാങ്കിയാവോ ഡാം പൊട്ടിയപ്പോൾ 23,000 പേരാണ് സാംക്രമിക രോഗം ബാധിച്ച് മരിച്ചത്. അപ്പോ ചരക്ക് ഗതാഗതമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുമോ ബാക്കിയുള്ള ജില്ലകളിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്? അപ്പൊ കേരളത്തിന്റെ സമ്പൂർണമായ ഒരു നാശത്തിൽ എന്തുകൊണ്ട് വളരെ നല്ലവനും മാന്യനുമായ ശ്രീ എം വിൻസെന്റ് പ്രതികരിച്ചില്ല? ഇതാണ് സന്തോഷത്തിന്റെ ദുഃഖം. ഞാൻ ഒരിക്കലും സന്തോഷ് ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നതല്ല. ഇത് കേരളത്തിന്റെ മുഴുവൻ വികാരത്തെ സന്തോഷ് എന്ന വ്യക്തിയിലൂടെ ഒരു പ്രതിഫലനം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും സന്തോഷ് ചെയ്തത് ഒരു ന്യായമാണ് അല്ലെങ്കിൽ നീതിയാണ്, ജസ്റ്റിസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് സന്തോഷ് ഉയർത്തിപ്പിടിച്ച ആ മൂല്യങ്ങളുണ്ടല്ലോ. കേരളത്തിലെ 6 ജില്ലകളിലായി ജീവിക്കുന്ന 1.5 കോടി ജനങ്ങളുടെ ജീവനോടുള്ള ഒരു താല്പര്യം, കേരളത്തിലെ മൊത്തം 3.5 കോടി ജനങ്ങളോട് അവരുടെ ജീവിതങ്ങളോടുള്ള ഒരു താല്പര്യം, ആ മൂല്യങ്ങളെ മാത്രമേ സന്തോഷിന്റെ ഈ ആശയത്തോട്, സന്തോഷ് ഉയർത്തിപ്പിടിച്ച ഈ ആശയത്തോട് ഞങ്ങൾ യോജിക്കുന്നുള്ളൂ. സന്തോഷിന്റെ ഈ ഒരു പ്രവൃത്തിയെ ഈ ശ്രീ എം വിൻസെന്റ് എം എൽ എയുടെ കാർ തല്ലിപ്പൊളിച്ച ആ പ്രവൃത്തിയെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് അടിവരയിട്ട് പറയുന്നതോടൊപ്പം സന്തോഷ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ ബഹുമാനിക്കുന്നു. അതായിരിക്കണം കേരളത്തിലെ ഓരോ യുവാവിന്റെയും ലക്ഷ്യം. അതായിരിക്കണം, അക്രമമല്ല. കാരണം നമുക്ക് രക്ഷ പ്രാപിക്കണം, നമുക്ക് ഈ പ്രകൃതിയുടെ വലിയ തിരിച്ചടിയിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. അതിനുവേണ്ട സന്തോഷിന്റെ സന്ദേശം അതാണ്. കേരളത്തിലെ മൊത്തം യുവജനങ്ങളോടുള്ള സന്തോഷം അതാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയത്തില് പ്രതികരിക്കണം നിങ്ങൾ. ഈ രീതിയിലല്ല, സമാധാനപരമായ മാർഗത്തിലൂടെ പ്രതികരിക്കണം. അതാണ് സന്തോഷിന്റെ പ്രവൃത്തിയുടെ സന്ദേശം. ഇവിടെ സന്തോഷിന്റെ അമ്മ 2 മാസമായിട്ട് തീ തിന്നാണ്. എന്തിനു വേണ്ടി? സ്വന്തം മകനെ പ്രതി മാത്രമല്ല,
സ്വന്തം മകനെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ആ മകന്റെ ഈ ത്യാഗത്തെ ഓർത്ത്, അവൻ ജയിലിലായി പോയതിനെ ഓർത്ത് കഴിഞ്ഞ 2 മാസത്തോളമായി അമ്മ കണ്ണുനീര് കുടിക്കുന്നത് കേരളത്തിലെ ഓരോ അമ്മമാരും, ചെറിയ കുട്ടികളും യുവാക്കളും കേരളത്തിലെ മൊത്തം ജനങ്ങളും വീക്ഷിക്കണം. ഈ അമ്മയുടെ കണ്ണുനീര് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം.